छोटे छोटे ख्वाब है, ख्वाबों में गीत है, गीतों में जिंदगी है, चाहत है, प्रीत है। अभी मैं ना देखूं ख्वाब वो जिनमें ना तू मिले, ले खोले होठ मैंने अब तक थे जो सिले। मुझको ना जितना मुझ पे उतना इस दिल को तुझ पे होने लगा एतबार। तन्हा लम्हों में अपने बुनती हूँ तेरे सपने, तुझसे हुआ मुझको प्यार। पूछूंगी तुझको कभी ना, चाहूं मैं या ना, तेरे ख्वाबों में अब जीना चाहूं मैं क्यों ना। तू ही मुझको बता दे, चाहूं मैं या ना। अपनी तो दिल का पता दे, चाहूं मैं या ना। इतना बता दो तुझको, चाहत पे अपनी मुझको यूं तो नहीं इख्तियार। फिर भी ये सोचा दिल ने अब जो लगा हूँ मिलने, पूछूं तुझे एक बार। तू ही मुझको बता दे, चाहूं मैं या ना। अपनी तो दिल का पता दे। മനസ്സിൽ പ്രണയം കാത്തു സൂക്ഷിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി ഈ ഗാനം ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഡ്യുവറ്റിൻ്റെ മറ്റൊരു മ്യൂസിക്കൽ എപ്പിസോഡിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. എന്നോടൊപ്പം റാൽഫിൻ സ്റ്റീഫൻ, മനോജ് അനന്തപുരി, അതോടൊപ്പം തന്നെ രാജേഷ്, ഞങ്ങളെല്ലാവരും ചേർന്ന് നിങ്ങൾക്ക് വേണ്ടി നല്ലൊരു മ്യൂസിക്കൽ ഈവനിങ് റെഡിയാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളോടൊപ്പം തൻ്റെ സംഗീതപരമായ വിശേഷങ്ങളും അനുഭവങ്ങളും പങ്കിട്ടുകൊണ്ട് പിന്നണി ഗായിക ദലീമ ചേച്ചിയായിരുന്നു. ദലീമ ചേച്ചിയുടെ ഒരുപാട് കാര്യങ്ങളും പാട്ടുകളും നമുക്ക് ഇനിയും കേൾക്കാനുണ്ട്. സസന്തോഷം ആദരവോടെ സ്വാഗതം ചെയ്യുന്നു ഡ്യുവറ്റിലേക്ക് ദലീമ ചേച്ചി. ചേച്ചി ഡ്യുവറ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ചേച്ചിയുടെ പാട്ട് അല്ലാണ്ടൊരു ഒരു ഹോബി എന്ന് പറയാൻ എന്തെങ്കിലും ഉണ്ടാവും? അപ്പോൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഞാൻ തന്നെ പേര് കവിത എന്ന് കൊടുത്തിട്ട് ഞാൻ എഴുതാറുണ്ട്. അത് വീട്ടിൽ ചേച്ചിയുടെ വിനയം കൊണ്ട് പറയണതാണ്. എഴുതാറുണ്ട്. ഓ അത് ശരി. പണ്ടേ ഉണ്ടോ? അത് പണ്ടേ ഉണ്ട്, കുറെ വർഷങ്ങൾക്ക് മുന്നേ ഉണ്ട് എഴുത്ത്. എഴുതണ വലിയ ഇഷ്ടം. അപ്പൊ എന്തായാലും ചേച്ചിയുടെ ഒരു കവിത കേട്ടിട്ടേ ഇവിടുന്ന് വിടുന്നുള്ളൂ ചേച്ചി. അപ്പൊ ചേച്ചി എഴുതിയൊരു കവിത നമുക്ക് വേണ്ടി ഒന്ന് വെറുതെ ജസ്റ്റ് പാടിയാൽ മതിയല്ലോ. ഓ യെസ്. ഷെഫീഖ് എന്ന് പറഞ്ഞൊരു കുഞ്ഞിനെ അതിൻ്റെ അപ്പൻ ഒരുപാട് ഉപദ്രവിച്ചു. അമ്മായി രണ്ടാനമ്മയെ ചേർന്നിട്ട് ഉപദ്രവിച്ചിട്ട് ആ കുഞ്ഞ് അതിൻ്റെ ആ ഒരു അവസ്ഥയിൽ സംഭവിച്ച എൻ്റെ ഒരു മാനസികാവസ്ഥയാണ്. ശരി. കട്ടിലിൽ നനുമെത്തകളില്ലാതെ, തൊട്ടിലാട്ടുവാൻ കരങ്ങളില്ലാതെ, തറ്റൊടിഞ്ഞു കിടക്കുമുണ്ണിതൻ നെറ്റിത്തടമുറിപ്പാടിൽ ചോര കനച്ചോ. തണ്ടൊടിഞ്ഞു തളർന്നൊരു പൂവുപോൽ കാൺമു, ഉണ്ട് ഉറങ്ങാത്ത രാവിൻ നിഴലുകൾ, കണ്ടു പൈതലിൻ ദേഹം മുഴുക്കയും. ഉണ്ണി നിനക്ക് ഈ അമ്മതൻ നെഞ്ചു പിളർന്നൊഴുകിയ കണ്ണീരിൻ പൂമാലയുണ്ട്, പ്രാർത്ഥന പോൽ നിൻ ശിരസിൽ പതിക്കുവാൻ. ഈറ്റുനോവിൻ പിടച്ചിലോർക്കാത്ത ക്രുധയായോരഭിസാരിണിക്ക് തൻ ഊറ്റം ഒടുക്കുവാൻ നീട്ടിയോ നിന്നുടൽ. നിന്നെ ഈ ലോകത്തിനു തന്നവൻ തന്നെ
നിനക്ക് പടർത്തി ഉയർത്തിയോ നൊമ്പരം. ദംഷ്ട്രങ്ങൾ നീട്ടിപ്പിഴുതു പറിച്ചു തൻ ഉണ്ണിതൻ ദേഹത്തെ തന്നെയോ ഈ വിധം. ആയിരം അഗ്നികൾ ആളുന്ന ജ്വാലകൾ അമ്മമാർ നെഞ്ചിൽ പിടച്ചുയർന്നിടട്ടെ. ആ കെടാതഗ്നിയിൽ മാപ്പു കൊടുക്കാതെ ഈ ദുഷ്ടലോകത്തെ ഒന്നായിരിക്കട്ടെ. ഉണ്ണി നിനക്ക് ഈ അമ്മതൻ നെഞ്ചു പിളർന്നൊഴുകിയ കണ്ണീരിൻ പൂമാലയുണ്ട്. പ്രാർത്ഥന പോൽ നിൻ ശിരസിൽ പതിക്കുവാൻ. ഓ ഗംഭീരമുണ്ട് ചേച്ചി. ശരിക്കും ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല കേട്ടോ. വളരെ മനോഹരമായിട്ടുണ്ട്. ശരിക്കും ചേച്ചിയുടെ ആ എഴുതുന്ന സമയത്തുള്ള ഒരു ഫ്രസ്ട്രേഷനും വിഷമവും ഒക്കെ ശരിക്കും നമുക്ക് ആ വരികളിലൂടെ മനസ്സിലാവുന്നുണ്ട്. എനിക്ക് വല്ലാത്ത ഫീലായിരുന്നു ആ കുഞ്ഞിന്റെ അവസ്ഥകളിലൊക്കെ. ഞാൻ ഒരുപാട് വിഷമിക്കായിരുന്നു. അതേപോലെയുള്ള അനുഭവങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവാണ്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എന്തായാലും നമുക്ക് വിഷമങ്ങളൊക്കെ മറക്കാം. അപ്പൊ നമുക്ക് സന്തോഷമായിട്ടിരിക്കാം. നല്ല സന്തോഷം തോന്നുന്ന പാട്ടുകൾ പാടാം. അതേപോലെ നല്ലൊരു പോസിറ്റീവായിട്ടുള്ള നല്ല രസമുള്ള പാട്ടാണ് ചേച്ചി പാടിയ പാട്ട്, ജോൺസൺ മാഷ്ക്ക് വേണ്ടി പാടിയത്, നീ വരുവോളം എന്ന് പറഞ്ഞ ഫിലിമിൽ അല്ലേ. നല്ല രസമുള്ളൊരു മെലഡിയാണിത്. അത് പിന്നെ അതിന്റെ ലിറിക്സ് എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി സാറാണ്. അദ്ദേഹം എന്നെ, ഞാൻ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ എന്നെ കൃഷ്ണകുടിയിൽ പരിചയപ്പെടുത്തുന്നത്. കൃഷ്ണകുടിയിൽ പാടിക്കാനായിട്ട് തന്നെ അദ്ദേഹം വഴിയാണ് എനിക്ക് കൃഷ്ണകുടിയിൽ പാടാൻ അവസരം കിട്ടുന്നത്. അത് ഈ വരുവോളത്തിൽ പാടി കഴിഞ്ഞിട്ടാണ്. എന്താ വരികൾ, എന്താ ഇങ്ങനെ ഒരു കവി, ഇഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് വിഷമം ശരിക്കും. എന്തായാലും ഗിരീഷ് സാറിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ചേച്ചിയുടെ നല്ല പാട്ട് വെച്ച് നമുക്ക് തുടങ്ങാം. പാദത്തിൽ ഞാൻ എൻ്റെ ഈ പാട്ടുകൾ എനിക്ക് എന്നെ പോലെയുള്ള ഒരു ചെറിയ ഗായികയ്ക്ക് തന്ന ആ ഒരു പാട്ട് ഞാൻ ആ പാദത്തിൽ സമർപ്പിക്കുന്നു. തീർച്ചയായിട്ടും.
you.